ഹലോ, ഇത് നമ്മുടെ കോഴിക്കോട് പൂണ്ണൂരിലെ നമ്മുടെ ബഷീറാണ്. അപ്പം ബഷീർ 2 ആഴ്ചയായിട്ട് വെള്ളത്തിന്റെ ഒരു ട്രയൽ നോക്കിയിട്ടുണ്ട്. വെള്ളം കുടിച്ചു നോക്കി, അതിന്റെ ഒരു എക്സ്പീരിയൻസ് ബഷീർ നമുക്ക് പറഞ്ഞുതരും. ബഷീർ, എന്താണ് ഈ വെള്ളം കുടിച്ചിട്ട് ഫീൽ തോന്നിയത്? ഞാൻ ഈ കങ്കരവാട്ടിൽ നടന്ന ഈ വെള്ളം കുടിക്കൽ തുടങ്ങിയ ശേഷം എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. രാത്രി ഒരു ടൈം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാല് എത്ര സമയത്തൊക്കെ? അതൊരു 8 മണിക്ക് ശേഷം, ഒരു 10 മണിക്ക് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചാല് ഭയങ്കര പിറ്റേ രാവിലെ ടോയ്ലറ്റ് പ്രശ്നം, അതേപോലെ ഗ്യാസിന്റെ പ്രശ്നങ്ങള്, ഇവിടുന്നൊക്കെ ഒരുമാതിരി വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഫസ്റ്റിലൊന്നും ഒരു റിസൾട്ട് ഇല്ലായിരുന്നു. ഈ വെള്ളം കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞ ശേഷം നല്ല മാറ്റമുണ്ട്. അങ്ങനത്തെ ഒരു വിഷയം എനിക്കില്ല. എത്ര കാലത്തോട്ടുള്ള പ്രോബ്ലം ആണിത്? അത് കുറെ ആയിട്ടുണ്ട്. ഞാനിപ്പോ അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് 10 ദിവസത്തേക്കുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. അത് കോഴ്സ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം ചെറിയ തോതിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ വെള്ളം കുടിക്കുന്നത്. അപ്പൊ ഗുളിക കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത് പഴയ പോലെ തന്നെ വന്നിരുന്നു. പിന്നെ ഈ വെള്ളം കുടിക്കൽ തുടങ്ങിയതിന് ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ടാണ് വന്നത്. പ്രത്യേക ഒരു എനർജി തന്നെയാണ്. കാരണം രാവിലെ ഞാൻ എന്തായാലും 1 മണിക്കൂർ 1.5 മണിക്കൂർ എക്സസൈസ് ചെയ്യുന്നതാണ്. അതിന് മുമ്പേ ഞാൻ കുടിക്കും, കളി കഴിഞ്ഞ് വന്നിട്ടും കുടിക്കും. അപ്പൊ നല്ലൊരു റിസൾട്ടാണ് എന്തായാലും ഉള്ളത്. ഓക്കെ, ബഷീറിന്റെ സെയിം പ്രോബ്ലം തന്നെയായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിവൈസ് മേടിക്കാനുള്ള കാരണം ഇത് തന്നെയായിരുന്നു. ഒത്തിരി മരുന്ന് മേടിച്ചിട്ടുള്ള, പക്ഷെ അതിനൊന്നും റിസൾട്ട് കിട്ടിയിട്ടില്ല. സെയിം അതേ റിസൾട്ടാണ് ഇപ്പം ബഷീറിന് കിട്ടിയിരിക്കുന്നത്. ഒരു സന്തോഷമുണ്ട്. അപ്പം എന്നെ പോലെ ഒത്തിരി പേരുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇത് ഒരു ഗ്യാസിന് വേണ്ടി മാത്രമല്ല, ഡയറിയെ സംബന്ധിച്ചാണെങ്കിലും ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ എന്തെന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം ഡിസീസുകളാണ്. അപ്പൊ അതിനൊക്കെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ല വെള്ളം, നല്ല ഫുഡ് എത്തണം. അപ്പൊ ഫുഡിന്റെ ക്വാളിറ്റി എല്ലാവർക്കും അറിയാം, അത്രയും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു നല്ല വെള്ളം എത്തിക്കാൻ നമുക്ക് മാർഗമുണ്ട്. അപ്പൊ അതിനോട് ബെസ്റ്റ് എക്സാമ്പിളാണ് കങ്കരമാട്ടം എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്താൽ തന്നെ നമുക്ക് അതിന് ബോധ്യപ്പെടും. വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ഈ ജലദോഷത്തിന്റെ ഈ തുമ്മല് പ്രശ്നങ്ങൾ, അലർജി, ഈ മൂക്കിന് ഒലിക്കല്, ഏത് സമയവും ഇതില്ലാത്തൊരു സമയം എനിക്കില്ലായിരുന്നു. പിന്നെ എന്റെ വീട്ടുകാർക്കും എന്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ അറിയാം. എപ്പോഴും ഒരു അലർജി ആയിട്ട് കളിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് 10-15 വർഷമായിട്ട് ഗൾഫിലുള്ളത്. ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സമയം വരെ ഈ മഴന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ പുതുമഴ തുടങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം, ഈ അലർജി. ഇപ്പോ ഇതിന് ശേഷം ഈ വെള്ളം കുടിച്ചതിന് ശേഷം അങ്ങനത്തെ ഒരു വിഷയമല്ല, അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനെ ജലദോഷം പിന്നെ ഉണ്ടായിരുന്നോ തന്നെ എനിക്ക് സംശയം. ഇതിന് ശേഷം നല്ല റിസൾട്ടാണ്. നല്ലൊരു കാര്യമാണ്. കാരണം ഇനി പറയത്തുള്ളൂ, ഇനി സാധാരണ വെള്ളം കുടിക്കാതെ ഇതിന്റെ വെള്ളം കുടിച്ചിട്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ മാറ്റം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു വേറൊരു എനർജി തന്നെയാണ് ഈ വെള്ളം കുടിക്കുമ്പോൾ വരുന്നത്. സാധാ വെള്ളത്തിന്റെ മാതിരിയല്ല. കുറെ കാലമായിട്ട് ആ വെള്ളം കുടിച്ചുകൊണ്ടെന്നാണല്ലോ സാധാ വെള്ളം. അതിനുശേഷം ഇത് കുടിച്ചതിന് ശേഷം നല്ല റിസൾട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏകദേശം ഐഡിയ കിട്ടിക്കണം. ഇതൊരു ഗ്യാസിന്റെ പ്രശ്നമല്ല, അലർജി പ്രശ്നം മാത്രമല്ല, ഇതുപോലെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ എല്ലാത്തിനും ഒരു വെള്ളം കുടിച്ചുകൊണ്ട് മാറ്റം ഉണ്ടാവുമെങ്കിൽ നമ്മളൊന്ന് ചേഞ്ച് ആകണം. അതിനുള്ള സമയമാണ്. താങ്ക് യു.